സർ, മനുസ്മൃതി ഭരണഘടനയിൽ ബി.ജെ.പി. കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചില നേതാക്കളുടെ ചോദ്യത്തിന്റെ കഴമ്പുണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്ന നേതാക്കളുടെ കഴമ്പ് തന്നെയാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പിണറായി വിജയൻ, എം.എ. ബേബി തുടങ്ങിയ ആളുകളാണ് ഈ സംഭവം പറയുന്നത്. അതിൽ ബേബി എന്ന് പറഞ്ഞാൽ 1980 ആദ്യം തൊട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ള പല കാര്യങ്ങളുമുണ്ട്. കേരള രാഷ്ട്രീയം കണ്ട ഒന്നാം നമ്പർ വർഗീയവാദിയാണ് ബേബി. ഡൽഹിയിൽ ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ YMCA ഉണ്ട്, ശ്രീനാരായണ സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ഉണ്ട്, YWCA ഉണ്ട്, മുസ്ലിം യങ് മെൻസ് അസോസിയേഷൻ ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ അവിടെ ഒരു NSS ഡൽഹി സ്റ്റാർട്ട് ചെയ്തു. അതിനെതിരെ വലിയ മൂവ്മെൻറ്റുമായിട്ട് വന്ന് അതിനെ തകർക്കാൻ വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ പരിശ്രമിച്ച ആളാണ് എം.എ. ബേബി, മറിയം അലക്സാണ്ടർ ബേബി. ഒന്നാം നമ്പർ കാച്ചി കുറുക്കിയെടുത്ത വർഗീയവാദിയാണ്. അദ്ദേഹത്തിന് വിപ്ലവത്തിൻ്റെ വായാടിത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറും പൊയ് മുഖങ്ങൾ മാത്രമാണ്. ബേബിയെ ഒരിക്കലും ഒരു മാർക്സിസ്റ്റായിട്ട് കരുതാൻ പോലും പറ്റില്ല. അതാണ് ഒരു വഴി. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, മനുസ്മൃതി അത് ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. മനുസ്മൃതി എന്താണെന്ന് പോലും പൊതുസമൂഹത്തിന് അറിയത്തുമില്ല. സ്വാഭാവികമായിട്ടും ഒരു കാലത്തെ നിയമസംഹിത എന്ന രീതിയിലാണെങ്കിൽ അതിൽ നല്ല ഭാഗങ്ങളും മോശം ഭാഗങ്ങളും ഉണ്ടാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാക്കണമെന്ന് BJP-യുടെയോ അതല്ല RSS-ൻ്റെയോ അതല്ലെങ്കിൽ പരിവാർ പ്രസ്ഥാനത്തിൻ്റെയോ ഏത് നേതാവാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അല്ല ഏതെങ്കിലും ഒരു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് വേണ്ട ഇങ്ങനെ പറയുന്നത്. ഇത് അച്യുതമേനോൻ പണ്ട് EMS-നെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അച്യുതമേനോൻ, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അച്യുതമേനോൻ, ഇടത് കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS-നെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതാ പറഞ്ഞ്, ഞാൻ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് കള്ളം പറഞ്ഞിട്ട് അതിനെ എതിർക്കുകയാണ് EMS-ന്റെ പണിയെന്നാണ് അന്ന് അച്യുതമേനോൻ EMS-നെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, ഇപ്പടി എം.എ. ബേബിയും പിണറായി വിജയനും നമ്മുടെ ഗോവിന്ദൻ മാഷും ഒക്കെ ചെയ്യുന്ന പണി ഇത് തന്നെയാണ്. അവർക്ക് എതിർക്കാനൊരു പോയിന്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് സ്ഥാപിച്ചിട്ട് അതിനെ എതിർക്കുക. അത് അവരുടെ സംസാരത്തിൻ്റെയും വാദത്തിൻ്റെയും ഒരു ശൈലി. EMS-ന്റെ ശൈലി. ബേബി തുടരട്ടെ, പിണറായി വിജയൻ തുടരട്ടെ. അടുത്ത ചോദ്യൻ്റെ വേറെ ഒന്നാണ്, മനുസ്മൃതി ഏതായാലും ഇപ്പം ഭരണഘടന ഇല്ലല്ലോ, ഇല്ലാത്തതുകൊണ്ട് ആളെ കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നുവെന്ന് ബേബിയും പിണറായിയും പറയുന്നത്. എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. ഭാരതത്തിൻ്റെ ഭരണഘടന മതനിരപേക്ഷമാണെന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് ശരീഅത്തിലോ ഇല്ലേ? ശരീഅത്ത് നിയമമുണ്ടല്ലോ. അതുള്ളത് കൊണ്ടല്ലേ ഈ തലാഖിന് അടുത്ത കാലം വരെ അനുവാദം ഉണ്ടായിരുന്നത്. അതുള്ളത് കൊണ്ടല്ലേ ഈ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് മറ്റു സ്ത്രീകളെ പോലെ അവരുടെ സ്വത്തിലെ അവകാശം കുറഞ്ഞിരിക്കുന്നത്, കൃത്യമായി മറ്റുള്ളവർ കിട്ടുന്ന തുല്യ അവകാശം കിട്ടാതിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ശരീഅത്തുള്ളത് കൊണ്ടല്ലേ? അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലും ഭരണ സംവിധാനത്തിലും വഖഫ് എന്നൊരു സംവിധാനം സ്വീകാര്യമായതുകൊണ്ടല്ലേ അത് അതിനകത്തും വന്നിരിക്കുന്നത്. അപ്പം വഖഫ് സാധ്യമാക്കുന്ന മുസ്ലിം സ്ത്രീകളെ പോലും അടിച്ചമർത്തുന്നതിന് ഉതകുന്ന ശരീഅത്ത് നിയമങ്ങൾ ഉള്ള ഭരണഘടനയിൽ നിന്ന് അത് മാറ്റി ഭരണഘടന മതേതരമാക്കണം, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം. അതൊക്കെ ഭരണഘടനയുള്ള കാര്യമാണ്. കൊണ്ടുവരണമെന്ന് എം.എ. ബേബി പറയുമോ? പറയില്ലല്ലോ. അപ്പൊ ഈ ഒരു പറച്ചിലിൻ്റെ അർത്ഥം തന്നെ ബേബിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു മതനിരപേക്ഷ സ്വഭാവം ഉണ്ടെങ്കിൽ, ധർമ്മനിരപേക്ഷതയും മതനിരപേക്ഷ ഒന്നല്ല. ധർമ്മം ഒഴിവാക്കാൻ പറ്റില്ല, മതം വേണമെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിന് കാരണം ലോകത്തിലെങ്ങുമില്ലാത്ത ആ സങ്കല്പം, ഒരു മതത്തോടും പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കാത്തത്. അമേരിക്കയിൽ അത്തരം നിയമമില്ല, ഇംഗ്ലണ്ടിലില്ല,
അങ്ങനെ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത സൗദിയുടെയും പാകിസ്ഥാന്റെയും ഒന്നും കാര്യം ചോദിക്കുകയും വേണ്ട. അത് മതരാഷ്ട്രങ്ങളാണ്. മറ്റ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ മതേതരത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഭാരതം പാരമ്പര്യമായിട്ട് ചരിത്രപരമായിട്ട് ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ടാണ്. ഹിന്ദുവിനെ അവഗണിച്ചാലും അരികവൽക്കരിച്ചാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും സഹിഷ്ണുതയുടെ ഒരു സ്വഭാവം, അധിനിവേശ ശക്തികളുടെ കടന്നാക്രമണ ഘട്ടങ്ങളിൽ പോലും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്വഭാവം. ഒന്ന് പറയാമല്ലോ, പാഴ്സികൾ വന്നപ്പോഴും ഇസ്രായേലിൽ നിന്ന് യഹൂദന്മാർ വന്നപ്പോഴും ഒക്കെ അവരെ രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ചൊരു സമൂഹം. ആ സമൂഹത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് മതനിരപേക്ഷത സാധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. എൻ്റെ പ്രധാന ചോദ്യം നേരത്തെ എന്നോട് ചോദിച്ചു തന്നെയാണ്. ഈ മനുസ്മൃതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നതിനെ പ്രതിഷേധിക്കുന്ന എതിർക്കുന്നവർക്ക് ഇല്ലാത്ത മനുസ്മൃതിയെക്കുറിച്ചുള്ള അവരുടെ സന്ദേഹങ്ങൾ മാറ്റിവെച്ച് വിമർശനങ്ങളും ചർച്ചകളും ഒഴിവാക്കിയിട്ട് ഭരണഘടനയെ മലീമസമാക്കുന്ന, ഭരണഘടനയുടെ അടിസ്ഥാന ഭാവത്തെ മാറ്റുന്ന ആ ശരീഅത്തിൻ്റെയും മറ്റും അതിൻ്റെ മറ്റും കാഴ്ചപ്പാടുകൾ ഭരണഘടനയിൽ ഉണ്ടാവേണ്ട എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോയെന്ന് എൻ്റെ ചോദ്യം. അടുത്തൊരു ചോദ്യം കൂടെയുണ്ട്. അത് മറ്റൊന്നുമില്ല. അതല്ല, ശരീഅത്ത് വേണമെന്നാണെങ്കിൽ ഭാരതത്തിൻ്റെ സിവിൽ നിയമങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ശരീഅത്ത് സംവിധാനങ്ങൾ ക്രിമിനൽ കേസുകളിലും, അതായത് കട്ടാൽ കൈമുറിച്ചു കളയും, തെറ്റ് ചെയ്താൽ കല്ലെറിഞ്ഞു കൊല്ലും എന്നൊക്കെ പറഞ്ഞ ശരീഅത്ത് നിയമമുണ്ടല്ലോ, ആ നിയമം ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് അതും കൂടെ കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കവിയൂർ കേസിലെ പഴയ പ്രതികളെ ശിക്ഷയ്ക്ക് വിധേയമാക്കുവാനും വിചാരണ ചെയ്യുവാനും എം.എ. ബേബി തയ്യാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം അവനവനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരുമ്പം അവനവന് ഇഷ്ടമുള്ള നിയമങ്ങൾ വേണം. തങ്ങളുടെ വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനനുകൂലമായ തരത്തിൽ ഭരണഘടനയെ വളച്ചൊടിക്കണം, ഭരണഘടനയെ മാറ്റിയെടുക്കണം. ഇതൊക്കെയാണ് അവരുടെയൊക്കെ ചിന്താഗതി. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ പ്രീണനത്തിന് വേണ്ടി ഏതോ സമൂഹത്തിലെ ഒരു വിഭാഗം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹത്തിലെ മുസ്ലിങ്ങളോ അല്ലെ ക്രിസ്ത്യൻസോ ഹിന്ദു സമൂഹത്തിലെ ഒരു സമൂഹത്തിലും ഭൂരിപക്ഷം ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിയമങ്ങൾ കടന്നുകൂടും. അത് നിയമ സംവിധാനത്തെ നിയന്ത്രിക്കാനും ആ നിയമകാര്യങ്ങളെ നിർണ്ണയിക്കാനും കെൽപ്പുള്ള ഓരോ സമൂഹത്തിലെയും ആ അധീശത്വം സ്ഥാപിക്കുന്ന ഉപരിവർഗത്തിൽപ്പെട്ട ഇവരുടെ വർഗസമര സിദ്ധാന്തത്തിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. അത് സ്ത്രീയെ അടിച്ചമർത്തും, ഇല്ലാത്തവനെ അടിച്ചമർത്തും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പൊതുവേ എതിര് നിൽക്കേണ്ടവര് മതത്തിൻ്റെ പേരിൽ, വർഗീയ പ്രീണനത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെന്നും അവർ പറഞ്ഞ നിയമം ഭരണഘടനയുടെ ഭാഗമാണെന്നും ആവർത്തിക്കുന്നു. ശരീഅത്ത് ഭരണഘടനയുടെ ഭാഗമായി തുടരണം എന്നാവശ്യപ്പെടുന്ന ബേബിക്ക് മനുസ്മൃതി ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇതിനർത്ഥം മനുസ്മൃതി കൊണ്ടുവരണമെന്നല്ല. മനുസ്മൃതി ഭരണഘടനയിലില്ല. ഭരണഘടനയ്ക്കകത്ത് മനുസ്മൃതികളുള്ള എന്തെങ്കിലും ഉദാത്തമായ സങ്കല്പങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇന്ന് ആരും ഇവിടെ ആരും എതിർക്കുന്നുമില്ല. കാരണം ഭാരതത്തിൻ്റെ സ്വാഭാവികമായ ആ ഒരു ഭരണഘടന ഉരുത്തിരിഞ്ഞു വന്നപ്പം നമ്മുടെ ഇന്നലകളിലേക്ക് പോയിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായി ഇന്നലകളിലെ നല്ല പാരമ്പര്യങ്ങൾ എന്തെങ്കിലും ഭരണഘടനയ്ക്കാക്കി ഡോക്ടർ അംബേദ്കർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. അത് മാറ്റണമെന്ന് ആരും ആവശ്യപ്പെടുന്നുമില്ലല്ലോ. ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് ശരീഅത്തിൻ്റെ അംശം മാറ്റണോ, മനുസ്മൃതി ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി ബേബിയോ പിണറായിയോ ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യപ്പെടട്ടെ. മനുസ്മൃതി അത് ആസിറ്റീസായിട്ട് അതുപോലെ ഭരണഘടനയുടെ ഭാഗമാക്കണമെന്ന് ഭാരതത്തിലെ ഒരു ഉത്തരവാദിത്വമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവും പറയില്ല. ഒന്നുകൂടി എടുത്തു പറയാം, മനുസ്മൃതിക്കകത്ത് ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന
ആ സ്ത്രീവിരുദ്ധമായ കാഴ്ചപ്പാട്, ഒരു തരത്തിലും അതിനോട് യോജിക്കാത്ത ഒരു ഭരണ സംവിധാനം, അതാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ കാലത്ത് അത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് ഒരു കാരണവശാലും പോകില്ലെന്നുള്ളത് ഉറപ്പാണ്. അതുതന്നെയാണ് സ്ത്രീക്ക് എല്ലാ മേഖലകളിലും അർഹിക്കുന്ന പ്രാധാന്യവും പരിഗണനയും കൊടുക്കുന്നതിലൂടെ ഇന്നത്തെ ദേശീയ ഭരണകൂടം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയപരമായ അടിത്തറ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.